വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററായ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ്. ഈ ഭൂമിയിലെ എല്ലാ ഓർഗാനിസവും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. സെല്ല് കമ്പോസ് ചെയ്തേക്കുന്നത് ഒരുപാട് സെൽ ഓർഗനൽസും ഒരുപാട് സെൽ ഓർഗനൽസ് വെച്ചിട്ടാണ്. ഇനി യൂണിസെല്ലാർ ഓർഗാനിസത്തിലാണെങ്കിൽ ഒരു സെല്ല് മാത്രമേ കാണത്തുള്ളൂ. ഇനി ഒരുപാട് സെല്ലുകളുണ്ടെങ്കിൽ അതിനെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. സോ എന്താണ് ഒരു സെല്ല്? സെല്ലെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനും ഇറ്റ് ഹാസ് എ പെർഫോമിങ് ദ സ്പെഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫ്. സെല്ലെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. സെല്ലെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. ആദ്യമായിട്ട് ലിവിങ് സെല്ലിനെ കുറിച്ച് പറഞ്ഞത് ആൻറ്റൺ വോൺ ലീവൻഹുക്കാണ്. ദെൻ ലിവിങ് സെല്ലിനെ കുറിച്ച് ഇദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. റോബർട്ട് ബ്രൗണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തു. ദെൻ ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷനാണ് പല സെൽ ഓർഗനൽസിനെ കുറിച്ചും നമുക്ക് പഠിക്കാൻ സഹായമായത്. 1838 സ്ലീഡൻ, ഒരു ജർമ്മൻ ബോട്ടണിസ്റ്റ്, അദ്ദേഹം പ്ലാന്റ്സിനെ കുറിച്ച് ഒബ്സർവ് ചെയ്തിട്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പ്ലാന്റ് കമ്പോസ് ചെയ്തേക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ല് കൊണ്ടാണെന്നും ആൻഡ് ഈ ഒരു സെല്ല് ടിഷ്യൂ ആയിട്ട് സെല്ല് ഒരുപാടെണ്ണം ചേർന്ന് ടിഷ്യൂ ആണ് എന്നും പറഞ്ഞു. ദെൻ സ്വാൻ എന്ന് പറയുന്നത് ഒരു സുവോളജിസ്റ്റാണ്. അപ്പോൾ 1839 അദ്ദേഹം പറഞ്ഞു ആനിമൽസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ആനിമൽ സെൽസ് കൊണ്ടാണെന്ന്. ഈ റിപ്പോർട്ടഡ് ദാറ്റ് ദ സെൽ ഹാഡ് എ തിൻ ഔട്ടർ ലെയർ വിച്ച് ഈസ് ടുഡേ നോൺ ആസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഈ നമ്മുടെ പ്ലാന്റ്സിൽ മാത്രം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സെൽ വാൾ. ഇനി ഷ്വാൻ പ്രപ്പോസ്ഡ് ദ ഹൈപ്പോത്തസിസ് that the bodies of animals and plants are composed of cells and product of cells. പ്ലാന്റ്സിൻ്റെയും ആനിമൽസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്, പിന്നെ പ്രോഡക്റ്റ് ഓഫ് സെൽസ് കൊണ്ടുമാണെന്ന്. ഓക്കെ, സ്ലീഡനും ഷ്വാനും ടുഗദർ ഫോർമുലേറ്റഡ് ദ സെൽ തിയറി. ഈ തിയറി പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ആസ് ടു ഹൗ ന്യൂ സെൽസ് ആർ ഫോംഡ്. പുതിയ സെൽസ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞില്ല. അപ്പം റുഡോൾഫ് വോർച്യൂ എങ്ങനെയാണ് പുതിയ സെല്ല് ഉണ്ടാക്കുന്നതെന്ന് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് പുതിയ സെല്ല് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒംനിസ് സെല്ലുല ഈ സെല്ലുല. ഓക്കെ, ഇദ്ദേഹം ഹി മോഡിഫൈഡ് ദ ഹൈപ്പോത്തസിസ് ഓഫ് ഷ്വാൻ ആൻഡ് സ്ലീഡൻ. എന്തൊക്കെയായിരുന്നു സെൽ തിയറി പറയുന്നത്? എല്ലാ ഓർഗാനിസവും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. എല്ലാ സെല്ലും റൈസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഓണിയൻ പീല് അല്ലെങ്കിൽ ഹ്യൂമൻ ചീക്ക് സെല്ലിനെ മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ അവിടെ നമുക്ക് സെല്ല് കാണാൻ വേണ്ടി പറ്റും, സെല്ലിനകത്തുള്ള സെൽ ഓർഗനൽസ് കാണാൻ വേണ്ടി പറ്റും. The onion cell, which is a typical plant cell, has a distinct cell wall ഉണ്ട് അതിന്. ഓക്കെ, ഇനി ഓരോ സെല്ലിനകത്തും ഒരു ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ സെല്ലിന് ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് യൂക്കാരിയോട്ടിക്. വേറസ് ദ സെൽ ദാറ്റ് ലാക്ക് എ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആർ പ്രോകാരിയോട്ടിക്. അപ്പം ഇൻ കേസ് ഒരു മെംബ്രെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോകാരിയോട്ടിക്. ഈ പ്രോകാരിയോട്ടിക് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കാരിയോട്ടിക്. കാരിയോട്ടിക് മീൻസ് ന്യൂക്ലിയസ്, അപ്പം അത് ഇല്ലായ്മ. ഓക്കെ, ദെൻ ബിസൈഡ് ദ ന്യൂക്ലിയസ് യൂക്കാരിയോട്ടിക് സെല്ലിൽ വേറെ മെംബ്രെയിൻ ബൗണ്ട് ഡിസ്റ്റിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൽ. ഓർഗനൽ ലൈക്ക് എന്തൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, മൈറ്റോകോൺട്രിയ, മൈക്രോബോഡീസ് ആൻഡ് വാക്യൂൾസ്. ഈ റൈബോസോംസ് ആർ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഫൗണ്ട് ഇൻ ഓൾ സെൽസ് ബട്ട് യൂക്കാരിയോട്ടിക് ആസ് വെൽ ആസ് പ്രോകാരിയോട്ടിക്. ഇനി ക്ലോറോപ്ലാസ്റ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് മൈറ്റോകോൺട്രിയ
ഓക്കെ ഓക്കെ അതൊക്കെ വിടാം. ഇനി പറയാനുള്ളത് ലാസ്റ്റ് സെൻറ്റൻസ് വേണ്ട. ആനിമൽ സെല്ലിന് ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻ ഉണ്ട് കോൾഡ് സെൻട്രോസോം വിച്ച് ഇസ് ആബ്സെൻ്റ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലില്ല, പക്ഷേ ആനിമൽസിലുള്ളതാണ് സെൻട്രോസോം. ഇനി സെൽസിൻ്റെ സൈസ്, ഷേപ്പും ആക്ടിവിറ്റീസും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ, ഏറ്റവും സ്മോളസ്റ്റ് സെല്ലാണ് മൈക്കോപ്ലാസ്മാസ്. അത് 0.3 into 10⁻⁻6 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. ബാക്ടീരിയയ്ക്ക് 3 to 5 ഉണ്ട്. ഏറ്റവും ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെല്ലാണ് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ്. നെർവ് സെൽ is the longest cell. Cells also vary greatly in their shape. അവർക്ക് ഡിസ്ക് ലൈക്ക് ആണ്, ചിലതെല്ലാം പോളിഗണൽ, കോളമിനാർ, ക്യൂബോയിഡൽ, ത്രെഡ് ലൈക്ക് ആൻഡ് ഈവൻ ഇറഗുലർ. ഇപ്പം ഡിസ്ക് ലൈക്ക്, പോളിഗണൽ, കോളമിനാർ, ക്യൂബോയിഡൽ ആൻഡ് ത്രെഡ് ലൈക്ക് ഓർ ഈവൻ ഇറഗുലർ. ഇനി to talk about prokaryotic cell, the prokaryotic cell are represented by bacteria, blue-green algae, mycoplasma and PPLO. PPLO means pneumonia-like organism, and they are greatly smaller and multiply more rapidly than eukaryotic cell. And there are 4 basic shapes for the bacteria, that is bacillus, which is rod-like, coccus is spherical, vibrio is comma-shaped, and spirillum is spiral in shape. So there are 4 shapes. Then for prokaryotic have a cell wall surrounding the cell membrane except in mycoplasma. Then the genetic material is basically naked and not involved by the nuclear membrane. And there are smaller DNA which are then prokaryotic have something unique in the form of inclusions. A specialized differentiated form of cell membrane is called a mesosome, and they are essentially infolding of the cell membrane. Cell envelope and its modification, and the cell envelope consists of a tightly bound 3-layered structure. The outermost is glycocalyx, then the edacus cell wall, and agathus plasma membrane. Although each layer of the envelope perform distinct function, but they act together as a single protective unit. Then the bacteria can be classified into 2 groups on the basis of the difference in cell envelope and the manner in which they respond to the staining procedure developed by Gram. So the first one is gram positive, those that take up the gram stain, and second one is gram negative bacteria which do not take up the gram stain. And then to talk about glycocalyx, it differs in composition and thickness among different bacteria. It could be loose sheath called a slime layer, and while the thick and tough is called capsule. The cell wall determines the shape of the cell and also provide a strong structural support to prevent the bacteria from bursting and collapsing. Then a special membranous structure is the mesosome, which is formed by the extension of the plasma membrane into the cell, and the extension is in the form of vesicles, tubules and lamellae. The lamellae means a bacterial chlorophyll stored form. Then in some prokaryotes like cyanobacteria, there are some membranous extensions into the cytoplasma called the chromatophores, and these contain pigments. And there are bacterial cells which are
motile and non-motile. If they are motile, they have thin filamentous extension from their cell wall called flagella. The bacterial flagella is composed of 3 parts. First one is filament, hook and basal body. Then the pillae are elongated tubular structures made up of special protein, and these fimbriae are small bristle-like fibers sprouting out of the cell. Then next is ribosome and inclusion bodies. For a prokaryotic organism, the subunit is 50S and 30S, which together make 70S. S means sedimentation coefficient. Okay. The several ribosomes may attach to a single mRNA and form a chain called a polyribosome or polysome. Next, I would like to talk about inclusion bodies. ഈ റിസർവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ ആർ സ്റ്റോർഡ് ഇൻ ദ സൈറ്റോപ്ലാസ്മ ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇവർ ദേ ആർ നോട്ട് ബൗണ്ട് ബൈ എനി മെംബ്രെയിൻ സിസ്റ്റം ആൻഡ് ലൈ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. എക്സാമ്പിൾ ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, സയാനോഫൈസിൻ ഗ്രാന്യൂൾസ് ആൻഡ് ഗ്ലൈക്കജൻ ഗ്രാന്യൂൾസ്. ഈ gas vacuoles are found in blue green and purple and green photosynthetic bacteria. ഇനിയാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് വരുന്നത് യൂക്കാരിയോട്ടിക് സെൽ. അതായത് നമ്മളും പ്ലാന്റ്സും പ്രോട്ടിസ്റ്റയും ഫംഗയും പിന്നെ ബാക്കിയുള്ള ആനിമൽസും വരുന്ന ഒരു ഗ്രൂപ്പ്. ഓക്കെ. ദെൻ എല്ലാ യൂക്കാരിയോട്ടിക് സെൽസും ഐഡൻറ്റിക്കൽ അല്ല. Plants and animals are different as the former possess cell walls. ഈ പ്ലാസ്റ്റിഡ്സിനും large central vacuoles which are absent in animal cell. On the other hand, centrioles are only present in animal cell. Okay. Then cell membrane. Then the cell membrane composition lipids and protein ആണ്. മേജർ ലിപ്പിഡ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ എ bilayer. And also the lipids are arranged within the membrane with the polar head towards the outer side and the hydrophobic tail towards the inner part. Okay. So the polar head outrightum hydrophobic എന്ന് വെച്ചാൽ പേടിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, പേടിച്ചിരിക്കുന്ന ആളുകൾ എപ്പോഴും പുറകെയല്ലേ പോയി നിൽക്കുകയുള്ളൂ. ഹൈഡ്രോഫോബിക് ടെയില് ഇന്നർ സൈഡിലോട്ടാണ്. ഓക്കെ. Later, biochemical investigation clearly revealed that the cell membrane also possesses protein and carbohydrate. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ആൻഡ് ഓക്കെ. Then the ratio of protein and lipid vary considerably in different cell type. ഹ്യൂമൻ ബീയിങ്ങിലാണെങ്കിൽ 52% പ്രോട്ടീനും 40% ലിപ്പിഡുമാണ്. ദെൻ എക്സ്ട്രാക്ഷൻ്റെ ഒരു ഈസിനെസ് അനുസരിച്ച് മെംബ്രെയിൻ പ്രോട്ടീൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻ്റഗ്രൽ ആൻഡ് പെരിഫറൽ. ഈ പെരിഫറൽ പ്രോട്ടീൻ ലൈ ചെയ്യുന്നത് ഇൻ ദ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ, while the integral protein are partially or totally buried in the membrane itself. ഇപ്പോൾ രണ്ട് പ്രോട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. First one is the peripheral protein and the second one is the integral protein. The peripheral protein lie on the surface of the membrane, whereas the integral protein are partially or totally buried in the membrane. Then സിംഗർ ആൻഡ് നിക്കോൾസൺ 1972 പറഞ്ഞൊരു കാര്യം ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. ഈ ഒരു മൊസൈക്ക് മോഡൽ അനുസരിച്ച് കോസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ദ ലിപ്പിഡ് എനേബിൾ ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദ പ്രോട്ടീൻ. അപ്പം ലിപ്പിഡിൻ്റെ കോസി ഫ്ലൂയിഡ് നേച്ചറാണ് പ്രോട്ടീനിനെ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ദ എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിൻ ഇസ് മെഷർഡ് ആസ് ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി. ഈ പറയുന്ന മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ ആണ്. ദെൻ രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ
എനർജിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ എനർജിയുടെ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഇല്ല. പാസീവ് ട്രാൻസ്പോർട്ടിൽ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ദെൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ATP ഈസ് യൂട്ടിലൈസ്ഡ്. എക്സാമ്പിൾ സോഡിയം ഓർ പൊട്ടാസ്യം പമ്പ്. നെക്സ്റ്റ് ഈസ് സെൽ വാൾ. സെൽ വാൾ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, എ നോൺ ലിവിങ് റിജിഡ് സ്ട്രക്ചർ ഇസ് കോൾഡ് എ സെൽ വാൾ which forms an outer covering of the plasma membrane in plants and fungus. Okay, then cell wall not only gives the shape of the cell but also protect the cell from the mechanical damage and infection. It also helps in cell-to-cell interaction and provide the barrier to undesirable macromolecules. ഇതിൻ്റെ composition cellulose, galactans, mannans, minerals like calcium, carbohydrate. While in plants it consists of cellulose, hemicellulose, pectin and protein. ഈ young plant cellൻ്റെ സെൽ വാളിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി വാൾ, വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഗ്രോത്ത്. ഓക്കെ, സെല്ല് മെച്ചർ ആകുമ്പോഴത്തേക്കും ഈ ഒരു കേപ്പബിലിറ്റി നഷ്ടമാകും. ദെൻ ദ മിഡിൽ ലാമില്ല lamella is a layer mainly of calcium pectide which hold or glues the different neighboring cell together. The cell wall and the middle lamellae may be transversed by plasmodesmata which connect the cytoplasma of the neighboring cells. Okay. ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഈ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? While each of the membranous organ is distinct in terms of the structure and function, many of these are considered together as an endomembrane system. കാരണം their functions are coordinated. ഈ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിനകത്തുള്ള ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഓർഗനൽസ്? ഒന്ന് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, രണ്ട് ഗോൾഗി അപ്പാരറ്റസ്, തേർഡ് ലൈസോസോം and fourth one vacuoles. Okay, since the function of mitochondria, chloroplast and peroxisomes are not coordinated with the above എന്തൊക്കെയാണോ പറഞ്ഞത്, they are not considered as a part of endomembrane system. അതിൽ ഫസ്റ്റ് വണ്ണായ നമ്മുടെ താരം എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ കുറിച്ച് പറയാം. എൻഡോപ്ലാസ്മിക് എന്നത് ഇൻസൈഡ്, റെക്ടിക്കുലം മീൻസ് എ നെറ്റ്വർക്ക്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം രണ്ട് ടൈപ്പ് ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക്കും സ്മൂത്ത് എൻഡോപ്ലാസ്മിക്കും. Endoplasmic reticulum bearing ribosomes on their surface is called rough endoplasmic reticulum, and in the absence of ribosomes they appear smooth and they are called smooth endoplasmic reticulum. Okay, ഈ RAR frequently observed in the cells actively involved in protein synthesis. The function of RER is protein synthesis, where the function of SER is lipid synthesis. നമ്മുടെ വീട്ടിൽ പോസ്റ്റ്മാൻ വന്നിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വുമൺ വന്നിട്ട് ഒരു വ്യക്തി വന്നിട്ട് നമുക്ക് എന്ത് തരും? ലെറ്റേഴ്സൊക്കെ തരും. അപ്പം നമ്മുടെ സെല്ലിനകത്തും പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോൾഗി അപ്പാരറ്റസ്. 1898 കാമിലിയോ ഗോൾഗിയാണ് ഫസ്റ്റായിട്ട് ഡെൻസ്ലി സ്റ്റെയിൻഡ് റെക്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയസിന് തൊട്ടടുത്തായിട്ട് കണ്ടത്. ഇതിനെ തൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഗോൾഗി ബോഡീസ് എന്ന് പേരിട്ടു. ഇത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്ക് ഷേപ്ഡ് സാക്കാണ് ഓർ സിസ്റ്റോണി ഓഫ് 0.5 to 1 micrometer diameter. They are stacked parallel to each other. Parallel ആയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. വേറെ നമ്പർ then the Golgi system near the nucleus with distinct convex cis or the forming phase and the concave trans or the maturing phase. These cis and the trans phase of the organelles are entirely different, but
interconnected. So what I said is that എന്താണ് രണ്ടെണ്ണം ഉണ്ട്. കോൺവെക്സ് സിസ്, കോൺവെക്സ് എന്ന് പറയുന്നത് നമ്മുടെ എവിടെ ഉള്ളതാണ്, ബൈക്കിലുള്ളത്. അപ്പം ബൈക്കിൽ നമുക്ക് സിസ്റ്ററിനെ കൂട്ടിപ്പോകണം. ദെൻ കോൺകേവ് ആണെങ്കിൽ ട്രാൻസ്. ഓക്കെ, ഇനി ഇവരുടെ മെയിനുള്ള ഫങ്ഷൻ പാക്കേജിങ് ആണ്. പാക്കേജിങ് നമ്മുടെ പോസ്റ്റ്മാൻ പാക്കേജ് ചെയ്യുന്നു, പിന്നെ അത് ഡെലിവറി ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം ഇവൻ ചെയ്യുന്നു. ഇനി ഗോൾഗി അപ്പാരറ്റസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ഇപ്പം ഗോൾഗി പറഞ്ഞു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു, ദെൻ ലൈസോസോം. ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡ് ബാഗ്സ് ആണ്. എന്തുകൊണ്ടാണ്? അപ്പം നമുക്ക് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. They are membrane-bound vesicular structures formed by the process of packaging in the Golgi apparatus. The isolated lysosomal vesicles have been found to be very rich in almost all type of hydrolytic enzymes. അപ്പം ഇവർക്ക് എൻസൈംസ് ഉണ്ട്. അതിന് capable of digesting carbohydrate, protein, lipids and nucleic acids. അപ്പം ഒരു സെല്ല് കേടായി, ഇപ്പോൾ ലൈസോസോം എന്ത് ചെയ്യും, ആ ബാഗ് കൊണ്ട് ആ സെല്ലിനെ എടുത്ത് ബാഗിലോട്ടിടും, എന്നിട്ട് സ്വന്തമായിട്ടങ്ങ് ബ്ലാസ്റ്റ് ആവും. പക്ഷേ അടുത്തുള്ള സെല്ലിനൊന്നും ഒരു ആപത്തും ഉണ്ടാക്കത്തില്ല. നെക്സ്റ്റ് കംസ് വാക്യൂൾസ്. വാക്യൂൾസ് പ്ലാന്റ്സിലാണ് കാണാറുള്ളത്. പ്ലാന്റ്സിൽ ലാർജാണ്, പക്ഷേ ആനിമൽസിൽ ഇല്ല. കാണണമെങ്കിൽ പോലും വളരെ കുറച്ച് ചെറുതായിരിക്കും, കുറച്ചാണ് ചെറുതുമാണ്. ദെൻ വാക്യൂൾസ് ആർ മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് വെള്ളം, സാപ്പ്, excretory product and other materials which are not useful for the cell. അപ്പോൾ യൂസ്ഫുൾ അല്ലാത്ത എല്ലാത്തിനും എടുത്ത് വാക്യൂൾസിനകത്തോട്ടാണ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ വേസ്റ്റ് പിന്നെന്ന് തന്നെ വിളിക്കാം വാക്യൂൾസിനെ. This vacuole is bound by a single membrane called tonoplast. Tonoplast ആണ്. In plant cell, the vacuoles can occupy up to 90% the volume of the cell. Plants-ൽ the tonoplast ആണ് facilitate the transport of number of ions and other materials against the concentration gradient into the vacuoles. Okay, amoebയിൽ contractile vacuole ഉണ്ട്, which is important for osmoregulation and excretion. മിക്ക സെൽസിലും ആസ് ഇൻ പ്രോട്ടിസ്റ്റ ഫുഡ് വാക്യൂൾസ് ആർ ഫോംഡ് ബൈ എൻഗൾഫിംഗ് ദ ഫുഡ് പാർട്ടിക്കിൾ ഫോംഡ്. നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന മറ്റൊരു കാര്യമാണ് മണി, കറൻസി. അപ്പോൾ സെല്ലിൻ്റെ തന്നെ കറൻസി എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയ. ഒറ്റയ്ക്ക് നിൽക്കുന്നെങ്കിൽ അവനെ മൈറ്റോകോൺട്രിയോൺ എന്ന് വിളിക്കാം. അവനെ സ്റ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ വേണ്ടി പറ്റില്ല. ദ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ പെർ സെൽ ഇസ് വേരിയബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ സെൽ. ഓക്കെ, ഓരോ മൈറ്റോകോൺട്രിയയും ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറാണ്, വിത്ത് ദ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ദ ഇന്നർ മെംബ്രെയിൻ ഡിവൈഡിങ് ഇറ്റ്സ് lumen distinctly into two aqueous compartments, that is the outer compartment and the inner compartment. The inner compartment is filled with a dense homogeneous substance called matrix. Okay, ഇവർക്ക് ക്രിസ്റ്റേ ഉണ്ട്. ക്രിസ്റ്റേ സർഫസ് ഏരിയ കൂട്ടും ബൈ ഇൻഫോൾഡിങ്. അപ്പോൾ എന്താണ്, മൈറ്റോകോൺട്രിയയിൽ ഫിഷൻ നടക്കും, ഡബിൾ ലെയേർഡാണ്. ദെൻ കൂടാതെ തന്നെ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. ദെൻ ATP ഉണ്ട്, എനർജി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ അതിന് സ്വന്തമായിട്ട് തന്നെ DNA ഉണ്ട്. ദെൻ മൈറ്റോകോൺട്രിയ യൂക്കാരിയോട്ടിക് ഉണ്ട്, ബട്ട് കണ്ടെയ്ൻ 70S. Then plastids are found in plant cell and in euglenoids. Then plastids are divided into 3 types: chloroplast, chromoplast and leucoplast. Chloroplast green color ആണ്. Then leucoplast എന്ന് വെച്ചാൽ കളർലെസ് ആണ്. ഓക്കെ, കളർലെസ് പ്ലാസ്റ്റിഡ് ആണ്, പക്ഷെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അമൈലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ് ആൻഡ് അല്യൂറോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ
എലയോപ്ലാസ്റ്റ് ലിപ്പിഡ്സ് ആൻഡ് അല്യൂറോപ്ലാസ്റ്റ് പ്രോട്ടീനുമാണ്. ഓക്കെ, ഇത് അല്യൂറോപ്ലാസ്റ്റാണ് പ്രോട്ടീനെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി മൈറ്റോകോൺട്രിയയിൽ ദ ക്ലോറോപ്ലാസ്റ്റ് ആർ ഓൾസോ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട്. ഇനി എ നമ്പർ ഓഫ് ഓർഗനൈസ്ഡ് ഫ്ലാറ്റൻഡ് മെംബ്രെയിനിയസ് സാക്ക് കോൾഡ് തൈലക്കോയിഡ്സ്. The thylakoids are arranged in stacks like the piles of coin called grana. പൈസ അടുക്കി വെക്കുന്ന ആരാണ്? നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അല്ലേ. അപ്പോൾ ഗ്രാന ആണ് കോയിൻസ് പോലെ അടുക്കി വെച്ചേക്കുന്നത്. In addition there are flat membranous tubules called membrane stroma lamellae. നമ്മുടെ അമ്മമാരാണല്ലോ അപ്പുറത്തെ വീട്ടിലും നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കുന്നത്. അമ്മയാണ് സ്ട്രോമ ലാമെല്ലാe. അത് കൊള്ളാം. അടുത്തായിട്ട് പറയാൻ പോകുന്നത് റൈബോസോമാണ്. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ. റൈബോസോംസ് ആർ ദ ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ്. കണ്ടുപിടിച്ചത് ജോർജ് പെലൈഡാണ് in 1953. യൂക്കാരിയോട്ടിക് റൈബോസോംസ് ആർ 80 years while the prokaryotic റൈബോസോംസ് ആർ 70 years. ഈ 80 years എന്ന് പറയുമ്പോൾ 60 40 ആണ്. 80 എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര വരണം? 60 40. ഇനി 70 എന്ന് പറയുമ്പോൾ 50 30. ഓക്കെ ആണല്ലോ. എസ് എന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ ഓർ സ്വിറ്റ്ബർഗ്സ് യൂണിറ്റ്. സെറ്റ് അല്ലേ? 2 സബ് യൂണിറ്റ്സ് ആണ് രണ്ടിനും ഉള്ളത്. ദെൻ അടുത്തതാണ് സൈറ്റോസ്കെലറ്റൻ. Then an elaborate network of filamentous proteinaceous structure consisting of microtubules, microfilaments and intermediate filament present in the cytoplasm is collectively referred as cytoskeleton. ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. മെക്കാനിക്കൽ സപ്പോർട്ട്, മോട്ടിലിറ്റി, മെയിൻ്റെനൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സെൽ. ഓക്കെ. Then cilia and flagella. Cilium, flagellum are hair-like outgrowths of the cell membrane. Cilia are small structures which works like oars, causing the movement of either the cell or the surrounding fluid. Flagella are comparatively longer and responsible for cell movement. The prokaryotic bacteria also possess flagella, but these are structurally different from that of the eukaryotic flagella. ഈ കോറിനെ വിളിക്കുന്ന പേരാണ് ആക്സോനിമ. ഓക്കെ. അപ്പോൾ 9 doublet of radially arranged peripheral microtubules and a pair of centrally located microtubules. ഓക്കെ, 9 + 2 ആണ്. Then centrosome and centrioles. Centrosome are organelle usually containing 2 cylindrical structure called centrioles. ഒന്ന് 2 പെർപെൻഡിക്കുലർ എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സ്കാർട്ട് ഹബ്ബുണ്ട്, സ്പോക്സ് ഉണ്ട്. ഹബ്ബ് എന്താണ്, സ്പോക്സ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് നോക്കുക. ടെക്സ്റ്റിൽ പേജ് നമ്പർ 138 മേളിൽ കിടപ്പുണ്ട്. കൃത്യമായിട്ട് നോക്കിയിട്ട് എന്താണെന്ന് ഓരോന്നും ഒരു സെൻറ്റൻസ് വെച്ച് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ഓക്കെ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ദ സെൽ ഓർഗനൽ വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ബ്രൗൺ. Later the material of the nucleus stained by the basic dyes was given by the name chromatin by Fleming. ഇനി the more spherical body is called nucleoli അല്ലെങ്കിൽ സിംഗുലർ ന്യൂക്ലിയോലസ്. ഇതെല്ലാം പോയി നോക്കണം. പിന്നെ പെരി ന്യൂക്ലിയർ സ്പേസ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഒരു സെൽ എങ്ങനെയാണ് അതിനകത്ത് ഉള്ള പുറത്തെ മെമ്പറൈനും അകത്ത് ഫ്ലൂയിഡും ഏകദേശം എല്ലാം സെയിം ആണ്. പിന്നെ പേര് ഡിഫറൻസ് ഉണ്ട്. ന്യൂക്ലിയർ പോർസ് ഉണ്ട്. ന്യൂക്ലിയോപ്ലാസം. ഓക്കെ. ദെൻ ക്രോമസോം എന്താണ്? ക്രോമാറ്റിൻ മെറ്റീരിയലാണ്. നമ്മുടെ സെൽ ഡിവിഷൻ സമയത്ത് മാത്രം നമ്മൾ ക്രോമസോം എന്ന്
പറയത്തുള്ളൂ. പിന്നെ എ ഹ്യൂമൻ സെൽ ഹാസ് അപ്രോക്സിമേറ്റ്ലി 2 meter long thread of DNA distributed among its 46 chromosome. പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് ക്രോമസോംസ് പഠിക്കണം. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. MCRT മെസാറ്റ് എന്ന് പഠിക്കാം. അപ്പം ഇത് നടുക്ക്, കൃത്യം നടുക്ക് വന്നാൽ മെറ്റ, കുറച്ചും കൂടി മേലോട്ട് പോയാൽ അല്പം മാറിയാണെങ്കിൽ സബ് മെറ്റ, പിന്നെ കുറേ കൂടി മേലോട്ട് പോയാൽ ആക്രോ, കുറേ കൂടി മേലോട്ട് പോയാൽ ടീലോസെൻട്രിക്. മേളിലുള്ളതാണ് സാറ്റലൈറ്റും പിന്നെ സെക്കൻഡറി കൺസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. ദ ഗിവൺ ദ അപ്പിയറൻസ് ഓഫ് എ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് കോൾഡ് സാറ്റലൈറ്റ്. എന്നാൽ ഈ മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന മെംബ്രെയിൻ ബൗണ്ടാണ്. മൈന്യൂട്ട് വെസിക്കിൾസ് ഉണ്ട്, പ്ലാന്റ്സിലും ആനിമൽസിലും കാണാൻ വേണ്ടി സാധിക്കും. സോ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. പക്ഷേ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോംവർക്ക് ചെയ്യുക. അത് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് മാക്സിമം എല്ലാ പോയിൻറ്റ്സും സ്വന്തമായിട്ട് എഴുതിയതിന് ശേഷം ഒരു റെഡ് പെൻ എടുത്തിട്ട് എന്തൊക്കെയാണോ എഴുതാത്തത്, മീൻസ് നമ്മളത് വിട്ടുപോയത്, അത് എഴുതി വയ്ക്കുക. ഓക്കെ, സോ ഈ 2 കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ദെൻ സോ വിൽ വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പം എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ദാറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് സോ ദാറ്റ് ഐ വിൽ ക്ലാരിഫൈ ഇറ്റ് ഫോർ യു. ഓക്കെ, ഫൈൻ അല്ലേ? താങ്ക് യു.